കുറച്ച് ദിവസമായ യാത്രകളൊക്കെ പോയിട്ട് മഴയാണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് കുറയുകയും ചെയ്തു. പക്ഷേ ഇന്നാണെങ്കിൽ നല്ലൊരു മഴയുടെ ക്ലൈമറ്റ് ഉണ്ട്. അപ്പോൾ എന്നാൽ പൊന്മുടി വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച്. നമ്മളിപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഒരു 10-11 മണി കഴിഞ്ഞ്. ഞാനെന്നാൽ ഒരു വൈകുന്നേരം ഒരു 3 മണിക്ക് അവിടെ എൻട്രി ആവാമെന്ന് വിചാരിച്ച്. എന്ന് വെച്ചാൽ അഥവാ മഴയില്ലെങ്കിലും ഒരു ഈവനിങ് ടൈം ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം മഞ്ഞൊക്കെ പൊന്മുടി കിട്ടും. മഴയുണ്ടെങ്കിൽ കൺഫേം എന്തായാലും കിട്ടും. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ക്ലൈമറ്റ് കണ്ടിട്ട് നല്ല മഴയൊക്കെ കാണുമെന്ന് തോന്നുന്നു. നമ്മളൊരു രാവിലെ ഇറങ്ങുന്നെങ്കിൽ നമുക്ക് പൊന്മുടിക്ക് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ബ്രൈമൂർ എന്ന് പറഞ്ഞൊരു വാട്ടർ ഫാൾസൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. നമുക്ക് അവിടെയൊക്കെ പോയി കുറച്ചൊന്ന് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും. പൊന്മുടിക്ക് രാവിലെ എന്ന് വെച്ചാൽ ഞാനൊരു എൻട്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടൈം എന്ന് വെച്ചാൽ ഒരു 3-4 മണിക്കുള്ളിലാണ്. അതാകുമ്പോഴത്തേക്കും നമ്മൾ പൊന്മുടിയിൽ എത്തുമ്പോൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആവും. അന്നേരത്തേക്കും ഈവനിങ് ടൈമിൽ എന്തായാലും അവിടെ ഒരു കോട കാണും. ഇൻ കേസ് മഴ ഇല്ലെങ്കിൽ, മഴ ഉണ്ടെങ്കിൽ കൺഫേം അവിടെ എന്തായാലും മഞ്ഞ് കാണാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ടൈമിൽ ഇറങ്ങിയിട്ട് ബ്രൈമൂറും കൂടെ കയറിയിട്ട് പൊന്മുടിക്ക് പോകാമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇച്ചിരി ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നേരെ ഡയറക്റ്റ് അങ്ങ് പൊന്മുടിക്ക് അങ്ങ് പോവാണ്. ഇന്നും നമ്മൾ സോളോ റൈഡ് തന്നെയാണ് പോകുന്നത്. എനിക്ക് ഒറ്റയ്ക്ക് പോകാനാണ് മാക്സിമം ഇഷ്ടം. പിന്നെയും നമുക്ക് ഒരു 1 ഡേ ട്രിപ്പായിട്ട് പോയിട്ട് വരാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ മിക്കവാറും സോളോ തന്നെ പോവാറാണ് പതിവ്. നമ്മൾ കൊല്ലം ചവറയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഹൈവേ വഴി നമുക്ക് പാരിപ്പള്ളി ചെന്നിട്ട് അവിടെ നിന്ന് തിരിഞ്ഞ് വേണമെങ്കിൽ പൊന്മുടിക്ക് പോകാം. ഇപ്പം ഞാൻ ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിവിടുന്ന് കൊട്ടാരക്കര വഴിയാണ് പോകുന്നത്. ഇതാകുമ്പോൾ കുറച്ചുകൂടെ ട്രാഫിക്ക് കുറവായിരിക്കും. പിന്നെ അത്യാവശ്യം നല്ല റോഡും ആയിരിക്കും. NHൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ഹൈവേ കൂടെ പോയാൽ ഇച്ചിരി പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ റൂട്ടാണ് ചൂസ് ചെയ്തേക്കുന്നത്. എനിക്കെപ്പോൾ പോയാലും മഞ്ഞ് കിട്ടുന്ന 2 സ്ഥലങ്ങളാണ് പൊന്മുടിയും കുട്ടിക്കാനം. പൊന്മുടി നമ്മൾ പിന്നെ എല്ലാ സീസണിലും പൊന്മുടിയിലേക്കൊരു ട്രിപ്പ് അത് നമുക്ക് മസ്റ്റാണ്. നമ്മുടെ ഈ സ്ഥലത്തുനിന്ന് കൊല്ലത്തുനിന്ന് അല്ലെങ്കിൽ ഒരു ട്രിവാൻഡ്രത്തു നിന്നൊക്കെ നമുക്ക് ഇത്രയും നല്ലൊരു ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഏറ്റവും അടുത്ത് പോയിട്ട് വരാൻ പറ്റുന്നൊരു സ്ഥലം പൊന്മുടിയാണ്. വീക്കെൻഡിലൊക്കെ പോയാൽ നല്ല തിരക്കും നല്ല ബ്ലോക്കും ആയിരിക്കും പൊന്മുടിയിൽ. അതൊന്ന് ശ്രദ്ധിച്ച് വേണം നമ്മൾ യാത്ര പ്ലാൻ ചെയ്യാൻ. എന്തായാലും നമുക്ക് പെട്രോൾ ഫില്ല് ചെയ്തിട്ട് ഇവിടുന്ന് പോവാം. എടാ 700 700 അങ്ങനെ നമ്മൾ പെട്രോളൊക്കെ ഫില്ല് ചെയ്തു. ഇനി നമുക്ക് ഏകദേശം ഇവിടുന്ന് ഒരു 116 കിലോമീറ്ററാണ് പൊന്മുടി വരെ കാണിക്കുന്നത്. 3.5 മണിക്കൂറത്തെ യാത്രയുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ടൈം എടുക്കും. ഒന്ന് ഈ ട്രാഫിക്കിൽ കൂടെ തന്നെ പോകണ്ടേ. അപ്പോൾ നല്ല ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇനി റോഡിലെ കാഴ്ച കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മളിപ്പോൾ ഏകദേശം വിതുര ടൗണ് പാസ് ചെയ്തു കേട്ടോ. നമ്മുടെ പൊന്മുടിക്ക് ഏറ്റവും അടുത്തുള്ളൊരു ടൗണാണ് വിതുര. ഇവിടുന്ന് ഇനി നമ്മൾ മുകളിലോട്ട് മല കയറി പോവാണ്. ഇനി പോകുന്ന വഴിക്കൊരു ചെക്ക് പോയിൻ്റ് ഉണ്ട്. ഏകദേശം ഒരു 20 കിലോമീറ്ററാണ് ഇവിടുന്ന് പൊന്മുടി വരെ കാണിക്കുന്നത്. പിന്നെ നിങ്ങൾ മാക്സിമം ഒരു 4 മണിക്ക് മുമ്പ് ഈ ചെക്ക് പോയിൻറ്റിൽ എത്താൻ നോക്കണം. കാരണം 4 മണി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങൾ കയറ്റി വിടത്തില്ല. ഇല്ലെങ്കിൽ പിന്നെ നമ്മളവിടെ നമ്മുടെ ബൈക്ക് വെച്ചിട്ട് KSRTC ഉണ്ട്. KSRTC മുകളിൽ പോയിട്ട് തിരിച്ച് KSRTC തന്നെ വരേണ്ടി വരും. മുകളിലേക്ക് കയറി പോകും തോറും മുകളിൽ നമുക്ക് കോടമഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്. നല്ല മഴയുണ്ടായിരുന്നു. വന്ന വഴിക്ക് ഇഷ്ടംപോലെ നല്ല രീതിക്ക് മഴ പെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ മഴ ചെറുതായിട്ടേ ചാറുന്നുള്ളൂ. പക്ഷേ എന്നാലും നല്ല മഴ ഉണ്ടായിരുന്നു. മുകളിൽ പോകുമ്പോൾ മിക്കവാറും നമുക്ക് മഴ കിട്ടാൻ ചാൻസ് ഉണ്ട്. വിതുര കഴിഞ്ഞ് പിന്നെ റോഡിൽ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല. ഇങ്ങോട്ട് പോകുന്ന റോഡിൽ വലിയ തിരക്കൊന്നുമില്ല. നമുക്ക് നല്ല
പീസ്ഫുള്ളി റൈഡ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ഈ പൊന്മുടിക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ മീൻമുട്ടി വാട്ടർഫാൾസ്. അത് ഈ ഒരു ജംഗ്ഷനിൽ വന്നിട്ട് അവിടുന്ന് ടിക്കറ്റ് എടുക്കണം. അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഒരു 1.5 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് വേണം നമുക്ക് മീൻമുട്ടി വാട്ടർഫാൾസിലേക്ക് പോകാൻ. പിന്നെ നമുക്ക് പൊന്മുടിയിലേക്ക് പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കല്ലാറ് കാണാൻ പറ്റും. അവിടെ എല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട്, അപകട മേഖലയാണ്, ആരും ഇറങ്ങരുതെന്ന്. മാക്സിമം നമ്മൾ വെള്ളത്തിലൊന്നും, നമുക്കറിയാത്ത ഏരിയയിൽ വെള്ളത്തിലൊന്നും ഇറങ്ങാണ്ട് നമ്മൾ ട്രാവൽ ചെയ്യാൻ നോക്കുക. നമ്മൾ പോകുന്ന റോഡിൻ്റെ 2 സൈഡും നല്ല രീതിക്ക് ഫോറസ്റ്റാണ് കേട്ടോ. നല്ല രീതിക്ക് ഫോറസ്റ്റുമാണ്. നമ്മൾ ഹൈറ്റ് കയറും തോറും നല്ല രീതിക്ക് തണുപ്പാവാനും തുടങ്ങി. ഇനി നമുക്ക് മെയിനായിട്ട് ഇവിടെ ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട്. ആ ചെക്ക് പോയിൻ്റ് കൂടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല തിക്ക് ഫോറസ്റ്റിനകത്തൂടാണ് പിന്നെ നമ്മുടെ യാത്ര. ഇവിടെ നിന്നാൽ നമുക്ക് നല്ല അത്യാവശ്യം ഒരു ഹിൽ ടോപ്പിൻ്റെ നല്ലൊരു വ്യൂ കിട്ടുമേ. ഞാൻ കാണിച്ചു തരാം. മുകളിലൊക്കെ നല്ല രീതിക്ക് കോടയുള്ളതുകൊണ്ട് നമുക്ക് മുകളിൽ വിസിബിളല്ല, എന്നാലും നമുക്ക് നല്ല രീതിക്ക് കോട ഇറങ്ങിക്കിടപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് ടോപ്പ് കയറും തോറും നമുക്ക് ഇഷ്ടംപോലെ മഞ്ഞ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ വണ്ടി വരുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ഇങ്ങനെയുള്ള റോഡിലൊക്കെ കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കണം. മുകളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നല്ല സ്പീഡിലായിരിക്കും, കാരണം അവർ ഇറങ്ങി വരുവാണ്, അവർ നല്ല സ്പീഡിലായിരിക്കും ഇറങ്ങി വരുന്നത്. അതേപോലെ തന്നെ നമ്മളും അത്യാവശ്യം കെയർഫുള്ളായിട്ട് ഓടിച്ച് പോവുക. കാരണം ഇപ്പോഴത്തെ സൈഡ് അത്യാവശ്യം വലിയ കുഴികളാണ്, പിന്നെ ഇടുങ്ങിയ റോഡാണ്. സോ നമ്മൾ കെയർഫുള്ളായിട്ട് വേണം വണ്ടി ഓടിച്ച് പോകാനായിട്ട്. അങ്ങനെ നമ്മളിതാ ഇവിടെയാണ് ഇതിൻ്റെ ചെക്ക് പോയിൻറ്റ്. ഫസ്റ്റ് ചെക്ക് പോയിൻറ്റിലേക്ക് നമ്മൾ എൻ്റർ ആവാൻ പോവുക. എന്നിട്ട് നമ്മളിവിടെ നമ്മൾ ആദ്യം ടിക്കറ്റ് എടുക്കണം. ഏകദേശം 60 രൂപയാണ് എനിക്കൊരു ബൈക്കിനും ഒരാൾക്കും കൂടെ ചിലവായത്. പിന്നെ അവിടെ ഓൺലൈൻ വഴി ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ക്യാഷ് ഇൻ ഹാൻഡ് ഇല്ല. അത് നിങ്ങൾ പ്രത്യേകം ഓർത്തോണം. ഗൂഗിൾ പേയിൽ അവർ ടിക്കറ്റ് സ്വീകരിക്കത്തുള്ളൂ. പിന്നെ ഇനി ഇവിടെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ, തിരക്കുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ഇവിടെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് മുകളിൽ ചെന്ന് മുകളിലും എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ചെക്ക് പോയിൻറ്റ്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ പൊന്മുടിയാണ് നെക്സ്റ്റ് നമുക്ക് എത്തേണ്ട പോയിൻറ്റ്. അപ്പോൾ ഇവിടെ വന്ന് ചെക്ക് പോയിൻ്റ് എടുത്ത് നമുക്ക് അത്യാവശ്യം വാഷ്റൂം ഫെസിലിറ്റിയൊക്കെ ഇതിനടുത്ത് തന്നെ ഉണ്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റെല്ലാം എടുത്ത് അത്യാവശ്യം മഴയും പെയ്യുന്നുണ്ട്. പക്ഷേ ഇനി തിരക്ക് കുറവായതുകൊണ്ടായിരിക്കും വലിയ ആളെയൊന്നും കാണുന്നില്ല. ഇല്ലെങ്കിൽ നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ താഴോട്ട് ഇറങ്ങി വരുന്നത്, അല്ലെങ്കിൽ തന്നെ നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ നമ്മുടെ കൂടെ തന്നെ പുറകെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നതാണ്. പക്ഷേ ഇന്നെന്തോ വർക്കിംഗ് ഡേയും കൂടെ അല്ലേ, അതുകൊണ്ടായിരിക്കും വലിയ തിരക്കില്ല. ഒരു 10 കിലോമീറ്ററോളം നമ്മളിനി മുകളിലേക്ക് കയറണം. അത്യാവശ്യം കുറേ ഹെയർ പിന്നൊക്കെ ഉണ്ട് കേട്ടോ പോകുന്ന വഴിക്ക്. ഇവിടെയൊക്കെ കുറച്ച് ആനിമൽ ക്രോസിങ്ങിൻ്റെ ഒക്കെ ബോർഡൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ ഈ ടൈമിലെങ്ങും അങ്ങനെ മൃഗങ്ങളെ കാണാൻ ചാൻസ് ഇല്ല. എന്നാലും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും കെയർഫുള്ളായിട്ട് തന്നെ റൈഡ് ചെയ്ത് പോവുക. ഫോറസ്റ്റിനകത്തൂടെ മഴയത്ത് റൈഡ് ചെയ്യുമ്പോൾ കിടിലൻ എക്സ്പീരിയൻസാണ്. ഒരു വല്ലാത്തൊരു ഫീലാണ്. കാടിൻ്റെ ആ ഒരു സൗണ്ടും നമ്മുടെ വണ്ടിയുടെ സൗണ്ടും അത് മാത്രമേ നമുക്ക് കേൾക്കാനുള്ളൂ, വേറൊന്നുമില്ല. അത്യാവശ്യം നമ്മളൊരു റിലാക്സ്ഡായിട്ട് നമുക്ക് റൈഡ് ചെയ്യാനും പറ്റും. നമ്മൾ ഒത്തിരി ഫ്രീ ആവും ഇങ്ങനെയൊക്കെ ഒരു യാത്ര പോകുമ്പോഴേ. പിന്നെ അത് സോളോ ട്രിപ്പും കൂടെ ആകുമ്പോൾ പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ. കാരണം നമ്മളെപ്പോഴും കൂടുതലും പേരും നമ്മൾ പോയേക്കുന്നത് എപ്പോഴും ഗ്രൂപ്പായിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ സോളോ ട്രിപ്പിൻ്റെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ അത് വേറെയാണ്. പക്ഷെ അത് നമ്മൾ പോയി എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ ഒരു വൈബ് ശരിക്കും ഫീൽ ചെയ്യത്തുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞു തന്നാൽ തന്നെയും നിങ്ങൾ വിചാരിക്കും അയ്യേ സോളോ ഒറ്റയ്ക്ക് ബോറായിരിക്കത്തില്ലേ എന്നൊക്കെ ആയിരിക്കും പലരും ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. നമുക്ക് സോളോ റൈഡ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു എക്സ്പീരിയൻസാണ്. അത് നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരിടത്ത് ഒറ്റയ്ക്ക് പോകാനും ഒറ്റയ്ക്ക് പോയിരിക്കാനും ആ ഒരു മൈൻഡൊക്കെ കിട്ടണമെങ്കിൽ ഇതേപോലെ ഒറ്റയ്ക്ക് നമ്മൾ യാത്ര ചെയ്യണം. ഇതാണ് പൊന്മുടി ടോപ്പിലെ ചെക്ക് പോയിൻറ്റ്.
ഇവിടെ നമ്മൾ താഴെ നിന്ന് എടുത്ത ടിക്കറ്റ് കാണിക്കണം. ഇൻ കേസ് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് വേറെ ടിക്കറ്റ് എടുക്കാൻ പറ്റും. നമ്മൾ മുകളിലേക്ക് വന്നപ്പോൾ നല്ല പോലെ മഴ പെയ്തു. അതേ കണക്ക് ക്ലൈമറ്റും നല്ല പോലെ മാറി. റോഡൊന്നും നമുക്ക് തീരെ വിസിബിൾ അല്ലാത്ത രീതിയിൽ മാറി. ഈ മഞ്ഞിൻ്റെ ഇടയിൽ കൂടെ റൈഡ് ചെയ്യുമ്പോൾ ഒരു ഫീല് ഞാൻ എങ്ങനെ ഇതിനകത്തൂടെ പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങൾ വരണം പൊന്മുടിക്ക്. ഒരിക്കലെങ്കിലും വന്ന് നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്യണം. മിക്കവാറും മാക്സിമം മഴയുള്ളൊരു ദിവസം നോക്കി വരാൻ നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫീല് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ പൊന്മുടിയുടെ ഹിൽ ടോപ്പിലേക്ക് പോവാണ്. നമുക്കവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമുക്കവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ വ്യൂ പോയിൻ്റ് ഉണ്ട്, ഒരു വാച്ച് ടവർ ഉണ്ട്. നമുക്ക് ഇവിടോട്ടൊക്കെ പോകാൻ പറ്റും. പക്ഷേ ഈ ഒരു കോട മൂടിക്കിടക്കുന്ന കണ്ടീഷനിൽ നമുക്ക് ഈ വ്യൂ ഒന്നും കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. എന്തായാലും നിങ്ങൾ പൊന്മുടി ഒന്ന് കാണും. പൊന്മുടിയിലെ കാഴ്ചകളെല്ലാം കണ്ടു. നിങ്ങളും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ തന്നെ സമയം ഏകദേശം ഒരു 5 മണി കഴിഞ്ഞു. നമ്മളിനി താഴോട്ട് ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ താഴോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഭയങ്കര ഇരുട്ടാവാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.